ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വടിയാണ്. എല്ലാവർക്കും പരിചയമുള്ള വടിയാണ്. ആ വടി കാണാതെയായിപ്പോയി. കുറേ കാലം അന്വേഷിച്ചു. അവസാനം ചന്തയിലെത്തിയപ്പോൾ, മാർക്കറ്റിലെത്തിയപ്പോൾ ഒരു യഹൂദിയുടെ കയ്യിൽ ആ വടി കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ വടിയാണ്. ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? എൻ്റെ വടിയാണ്. യഹൂദി പറഞ്ഞു, എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ വടിയുള്ളത്. ഈ വടി എൻ്റെ കയ്യിലാണുള്ളത്. നിങ്ങളൊരവകാശവാദം ഉന്നയിക്കുകയാണ്, നിങ്ങൾക്ക് വിട്ടുതരില്ല. അവസാനം ഈ സംഭവം കോടതിയിലെത്തി. ആരാണ് ഭരണകർത്താവ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കോടതിയിലെ ജഡ്ജി ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കീഴിൽ ജഡ്ജായി പ്രവർത്തിക്കുന്ന ശുറൈഹുൽ ഖാദി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അവിടെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ്, മുന്നിൽ വന്നിരിക്കുന്നത് ഭരണകർത്താവാണ് എന്നൊരു നോട്ടം അല്ല ഇസ്ലാമിക കോടതിയിലുള്ളത്. നിയമപരമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമത്തിൽ തെളിവ് സഹിതം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് ആർക്കാണോ അവർക്ക് വിധിയെഴുത്ത് നടത്തും. അത് ഖലീഫക്ക് അനുകൂലമാണെങ്കിൽ അനുകൂലമായി വിധി എഴുതും, പ്രതികൂലമാണെങ്കിൽ പ്രതികൂലമായി വിധി എഴുതും. അലി റളിയല്ലാഹു അൻഹു പരാതി കൊടുത്തു, എൻ്റെ ഒരു വടി അതൊരു യഹൂദിയുടെ കയ്യിലുണ്ട്, ഇടപെട്ടുകൊണ്ട് ആ വിഷയം ഒന്ന് തീർപ്പാക്കി വാങ്ങിത്തരണം. രണ്ടുപേരെയും ജഡ്ജി വിളിച്ചു. കോടതിയിലെത്തി. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു എൻ്റെ വടിയാണെന്ന് വാദിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ വടിയാണെന്നതിന് എന്താണ് തെളിവ്? സ്വാധീനമൊന്നും അവിടെ ഇല്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലരും ചെയ്യുന്നത് പോലെ സ്വാധീനിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നുമില്ല. നിയമപരമായിട്ട് അള്ളാഹുവിൻ്റെ ദീന് എന്താണോ അനുശാസിക്കുന്നത് അത് അംഗീകരിക്കും. അതാണ് ഈമാൻ. അവിടെ അനുകൂലമായിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ പിറ്റേന്ന് തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുന്ന ഏർപ്പാടൊന്നുമില്ല. എങ്ങനെയാണോ ഖാദി ഇസ്ലാമികമായിട്ട് ദീൻപരമായിട്ട് എങ്ങനെയാണോ വിധിക്കുന്നത്, അള്ളാഹുവും റസൂലും കൽപ്പിച്ചതനുസരിച്ച് കാര്യം ശരിയാകും. അലി റളിയല്ലാഹുവിനോട് ചോദ്യം, നിങ്ങളുടേതാണോ വടി? അതെ. എന്താണ് തെളിവ്? വാദിക്കുന്ന ആൾ നിങ്ങളല്ലേ, തെളിവ് പറയൂ. അലി റളിയല്ലാഹു പറഞ്ഞു, ആ വടി എൻ്റേതാണെന്നതിന് എനിക്ക് സാക്ഷികളുണ്ട്. ആര്? എൻ്റെ 2 മക്കൾ എനിക്ക് സാക്ഷികളാണ്. ആരാണ് മക്കൾ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ജഡ്ജി പറഞ്ഞു, ബാപ്പക്ക് സാക്ഷിയായി മക്കളെ പരിഗണിക്കാവതല്ല. അതാണ് ഇസ്ലാമിൻ്റെ തീരുമാനം. അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ 2 സാക്ഷികൾ മതിയായിട്ടില്ലയോ? ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണെന്ന് ഞാനും സമ്മതിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല, അത് വലിയ മഹത്വം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ബാപ്പക്ക് സാക്ഷിയായിട്ട് മക്കളെ സ്വീകരിക്കൂല. വേറെ വല്ല സാക്ഷികളും ഉണ്ടെങ്കിൽ പറയാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സാക്ഷി കൂടി ഉണ്ട്, എൻ്റെ അടിമ സ്ത്രീയും കൂടി ഉണ്ട്. ജഡ്ജി ചോദിച്ചു, ഉടമസ്ഥൻ പറയുന്ന പാട്ടല്ലാതെ അടിമ പാടുമോ? ഉടമസ്ഥൻ എന്താണോ പറയുന്നത്, യജമാനൻ എന്താണോ കൽപ്പിക്കുന്നത് അതേറ്റു പറയുന്ന ആളല്ലേ അടിമ. വേറെ ആരെങ്കിലും ഉണ്ടോ സാക്ഷിയായിട്ട്? വേറെ ആരുമില്ല. ഈ വടി നൽകിയതിന് സാക്ഷിയായി പറയണം. അലി റളിയല്ലാഹുവിനോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. അവരുടെ ഒരു ഈമാനിൻ്റെ കാതലായ വശം. അലി റളിയല്ലാഹുവിന് എതിർപ്പൊന്നുമില്ല, അംഗീകാരം തന്നെ. അപ്പുറത്ത് നിൽക്കുന്ന യഹൂദി നോക്കുന്നു, എന്തൊരു തീരുമാനം. യഹൂദിയോട് അടുത്ത ചോദ്യം, നിങ്ങൾക്കെന്താ തെളിവ്? യഹൂദി പറഞ്ഞു, എനിക്കല്ലേ വലിയ തെളിവ്, ഇതിപ്പോൾ എൻ്റെ കയ്യിലല്ലേ ഉള്ളത്.
കൈവശാവകാശം എന്നൊരു തെളിവ്. അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഈ വസ്തു ഉള്ളത് എൻ്റെ കയ്യിലാണ്. അതിലപ്പുറം ഒരു തെളിവെന്താ വേണ്ടത്? ആ തെളിവിനെ പ്രാബല്യപ്പെടുത്തി ശുറൈഹുൽ ഖാളി വിധി എഴുതി. ആ വടി യഹൂദിയുടെ വടിയാണെന്ന് വിധിച്ചു. രണ്ടുപേരും പുറത്തിറങ്ങി, പരാതിയൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനായ ജഡ്ജിക്കെതിരെ തുറിച്ച നോട്ടൊന്നും നോക്കുന്നില്ല. നമ്മുടെ നാടുകളിൽ ഈമാൻ എന്ന് പറയുന്നത് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു മറയായതുകൊണ്ട് സ്വാധീനങ്ങളും എതിർപ്പുകളും ഭീഷണികളും പ്രകോപനങ്ങളും ഒന്നൊന്നായി നടക്കും ഒരു വിധി അനുകൂലമായി കിട്ടാൻ. അങ്ങനെയാണ്. അത് ഈമാനിൻ്റെ ഒരു കുറവുകൊണ്ടാണ്. അലി റളിയല്ലാഹുവിന്റെ ജോലിയിൽ നിന്ന് ശുറൈഹുൽ ഖാളി തങ്ങളെ പിരിച്ചുവിട്ടോ? ഇല്ല. ആ വിധി അംഗീകരിച്ച് മഹാനവറുകൾ പുറത്തിറങ്ങിയപ്പോൾ യഹൂദി പറഞ്ഞു, വല്ലാത്തൊരു വിധി തന്നെയാണ് ഇസ്ലാമിൻ്റെ വിധി. ഇത്രക്ക് വലിയ നീതിബോധമുള്ള മതമാണ് ഇസ്ലാം എന്ന് അറിയാൻ എനിക്ക് വൈകിപ്പോയി. ഇത്രമാത്രം വലിയ നീതിബോധമാണോ ഇസ്ലാമിനുള്ളത്? ഇസ്ലാമിൻ്റെ നീതിയുടെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരോടും കൽപ്പിക്കുന്നൊരു വിഷയം അല്ലേ നീതിപരമായി ജീവിക്കണമെന്നത്. നിങ്ങളുടെ മുന്നിൽ വരുന്നത് ശരിക്കും ശത്രുവാണെങ്കിലും അനീതിപരമായി അവനോട് പെരുമാറാൻ പാടില്ല. എതിർപ്പുള്ള ആളാണ്, വിദ്വേഷമുള്ള ആളാണെങ്കിലും വിധിക്കുന്നിടത്ത് നീതിപരമായിട്ട് തന്നെ വിധിക്കണം. വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ഏതെങ്കിലും ഒരു ടീമിനോടുള്ള എതിർപ്പ് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾക്കത് ധൈര്യം വരുത്തരുത്. എതിർപ്പ് ഒരിക്കലും അനീതിക്ക് ധൈര്യമാകരുത്. ഇഅ്ദിലു, നിങ്ങൾ നീതിയോടെ വർത്തിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വാ, ആത്മവിശുദ്ധിയോട് ഏറ്റവും അടുത്തത് നീതിബോധമുള്ള ജീവിതമാണ്. നീതി കൽപ്പിക്കുന്നതും നീതിയോടെ വർത്തിക്കുന്നതുമാണ് ഏറ്റവും വലിയ തഖ്വ. യഹൂദി പറയുന്നു അലി റളിയല്ലാഹു അൻഹുവിനോട്, സത്യത്തിൽ ഈ വടി നിങ്ങളുടേതാണ്, നിങ്ങൾ സ്വീകരിച്ചോളൂ, ഇത് നിങ്ങളുടെ വടിയാണ്. എനിക്ക് കിട്ടണമെന്നൊരു നിലക്ക് ഒരു കൈവശാവകാശം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഈ വടി നിങ്ങളുടേത് തന്നെയാണ്. ഇത്രയും വലിയ നീതിബോധമുള്ള വിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും എനിക്ക് നേരം വൈകിപ്പോയി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നീതിബോധവും ഈമാനും വലിയൊരു നിമിത്തമായി. അലി റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ അവിടെ എതിർത്തിരുന്നെങ്കിൽ എൻ്റെ കീഴിലുള്ള ജോലിക്കാരനല്ലേ എന്ന നിലക്ക് ഹൈജാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ മനുഷ്യന്റെ മനസ്സ് വിശുദ്ധ ഇസ്ലാമിലേക്ക് മന്ത്രിക്കുമോ? ഈ മനുഷ്യന്റെ മനസ്സിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രകാശം കടന്നു വരുമോ? ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഒരു വടിയാണല്ലോ, ഈ വടിയുടെ മേലുള്ള വിധിയാണല്ലോ വിശുദ്ധ ഇസ്ലാമിലേക്ക് നിങ്ങൾക്ക് വഴിതെളിച്ചത്. അതുകൊണ്ട് ഈ വടി നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളൂ. വടി മാത്രം പോരാ, അവിടെ കെട്ടിയിരിക്കുന്നൊരു കുതിരയുണ്ട്. ആ കുതിരയും നിങ്ങൾക്കുള്ള സമ്മാനമാണ്. അതും നിങ്ങൾ എടുത്ത് കൊണ്ടുപോയിക്കോളൂ. എൻ്റെ വടിയുടെ ഒരു വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നത് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്.